ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഉലുവ ഇടുവാണേ. ഉലുവ. ഇനി നമുക്ക് നല്ല പുളി പിടിക്കാനായിട്ട് എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ഈ എന്നാ നമ്മുടെ കുടംപുളി ഇല്ലേ, ആ കുടംപുളി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടില്ലേ, നമ്മളെല്ലാം മീൻകറിക്ക് ഇടുന്നതില്ലേ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെയായിരുന്നു ഉള്ളി, ചുവന്നുള്ളി കേട്ടോ. ചുവന്നുള്ളിയും കൂടെ കൂടി ഇതിലോട്ട് ഇടുകയാണ് കേട്ടോ. ഇതിലിട്ടിട്ട് ഇതിനെ നമ്മൾ ശരിക്ക് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ശരിക്ക് എല്ലാത്തിനും കൂടെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മളിനി ശരിക്കും വഴന്ന് വന്നതിനകത്ത് ഒരു സ്പൂണ് രണ്ട് സ്പൂണോളം മുളക് പൊടി ഇടണേ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടോണം കേട്ടോ. എനിക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണേ. ഓക്കെ. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടോണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു അളവിനനുസരിച്ചാണ് ഇടുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന മീനിനകത്ത് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ആദ്യമായിട്ട് അവർ പുളി ഇടും. പിന്നെ ഉലുവ ഇടുന്നതിൻ്റെ കൂടെ തന്നെ അവർ പുളിയും കൂടി ഇട്ടാണ് വെക്കുന്നത്. ചിലവർ വെക്കും പുളി കിട്ടാനായിട്ട് വെള്ളമില്ലേ, പുളി വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് മീൻ മേടിക്കുമ്പോൾ തന്നെ പുളി വെള്ളത്തിലിട്ടിട്ട് മീൻ കറി, അതായത് ഇങ്ങനെ വഴണ്ട് കഴിയുമ്പോൾ കൂറ്റും. അത് നല്ലതാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് എണ്ണയിൽ തന്നെ പുളി ഇടുകയാണ്. അതായത് ആ ഉലുവ ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പുളിയും കൂടെ ഇട്ടിട്ടാണ് വഴറ്റുന്നത്. ഈ രീതി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പുളി നല്ല രീതിയിൽ നമുക്ക് മീനിൽ ഒത്തിരി നേരം വെക്കണ്ട. കറി ഒത്തിരി നേരം വെച്ചാലല്ലേ പുളി കിട്ടുമെന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെ വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വെള്ളം ഇടാവേ. വെള്ളം ഊറ്റാം. കഴിവതും മീൻ ചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഊറ്റാവേ. ആവശ്യത്തിന് വെള്ളം ഊറ്റുക. ചാറ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഊറ്റിക്കൊള്ളുക. അല്ലെങ്കിൽ ഇച്ചിരി വഴണ്ടാണ് കറി ഇരിക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുറച്ച് ഊറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഊറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോണം കേട്ടോ. ഓക്കെ. ഉപ്പ് ഇടുകയാണ്. നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഇളക്കിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാവേ. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലൊരു പാത്രം വെച്ചതിനെ മൂടി വെക്കാം. ശരിക്കത് വേഗട്ടെ കേട്ടോ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ.
ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കഷ്ണം ഒന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ, മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും PSC പഠനത്തിൻ്റെ കൂടെ ഒരു കുക്കിംഗ് കൂടെ പഠിക്കണ്ടേ? PSC പഠിച്ച് ജോലി കിട്ടിയാലും കുക്കിംഗ് അറിയണമല്ലോ. അപ്പോൾ അത് എല്ലാവരും മീൻകറിയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.